നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളും അസിസ്റ്റുമായിട്ട് FC ബാഴ്സലോണയിൽ മിന്നിക്കത്തുകയാണ് റാഫീഞ്ഞ. ഇന്നലെയും അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ FC ബാഴ്സലോണ 4-3 തോൽപ്പിക്കുമ്പോൾ ഇരട്ട ഗോളുകൾ റാഫീഞ്ഞയുടെ വകയായിരുന്നു. ഇപ്പോൾ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആരാണെന്ന് ചോദിച്ചാൽ അത് റാഫീഞ്ഞയാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ആ ലാറ്റിൻ അമേരിക്കക്കാരൻ ബാഴ്സലോണയിൽ ഗോളും അസിസ്റ്റുമായിട്ട് വിസ്മയം തീർക്കുകയാണ്. ഇങ്ങനെ ബാഴ്സയിൽ ഗോളും അസിസ്റ്റുമായിട്ട് വിസ്മയം തീർത്ത മറ്റൊരു ലാറ്റിൻ അമേരിക്കക്കാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എങ്ങനെ മറക്കാനാണ്, സാക്ഷാൽ ലിയോ മെസ്സി. യെസ്, മെസ്സി വൈബിലാണിപ്പോ റാഫീഞ്ഞ. sofascore.com വിശേഷിപ്പിക്കുന്നു മെസ്സി വൈബ്സ്. ഓഹോ, അത് ഗോളും അസിസ്റ്റും ഒരുപോലെ സമ്മാനിക്കുന്നത് കൊണ്ടാണ്. നോക്കുക, ഇപ്പൊ ഈ സീസണിൽ റാഫീഞ്ഞ 56 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ബാഴ്സയ്ക്ക് വേണ്ടി നടത്തിയത്. 34 ഗോളുകളും 22 അസിസ്റ്റുകളും. അത് ഏറ്റവും ഒടുവിൽ 2019-20 ലിയോ മെസ്സി 56 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയതിന് ശേഷം ഒരു ബാഴ്സ താരം നടത്തുന്ന ഏറ്റവും വലിയ ഗോൾ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് മെസ്സി 2019-20 സീസണിൽ ബാഴ്സക്കായിട്ട് 56 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിരുന്നു. അതിനുശേഷം മറ്റാരും ആ മാജിക്കൽ നമ്പറിലേക്ക് കടന്നു പോയിട്ടില്ല. അതിലേക്കാണ് ഇപ്പോൾ റാഫീഞ്ഞ കടന്നു പോയിരിക്കുന്നത്. സ്റ്റിൽ 3 മത്സരം കൂടി ഈ സീസണിൽ കളിക്കാനുമുണ്ട്. മെസ്സിയുടെ 2019-20 കണക്കുകൾ റാഫീഞ്ഞ മറികടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും റാഫീഞ്ഞ പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിറകിലേറി ബാഴ്സ കുതിക്കുകയുമാണ്. 54 കളികൾ, 34 ഗോളുകളും 22 അസിസ്റ്റുകളും, 56 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അതാണ് റാഫീഞ്ഞയുടെ സംഭാവന. ഓരോ 79 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 45 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 150 കീ പാസുകൾ കൊടുത്തു. 187 ഷോട്ടുകളിൽ 77 ഓൺ ടാർഗറ്റിലേക്ക്. ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ, കറന്റ്ലി ബെസ്റ്റ് ഇൻ ദി വേൾഡ് അല്ലേ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.